നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അത് കറി വെക്കാം കേട്ടോ. 4 എണ്ണം ഉണ്ട്, 4 ഞണ്ടുണ്ട്. അത് കറി വെക്കുന്ന ഒരു വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് മൺചട്ടി തന്നെ കറി വെക്കാം. നമുക്ക് ഓരോന്ന് വെട്ടിയെടുക്കാം. 4 എണ്ണം ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഫ്രണ്ടിലെ ഈ കൈ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവമാണ്. ഇത് ആദ്യം വെട്ടിക്കളയാം. ഇത് കണ്ടോ, ഇത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ പരിപാടിയൊന്നുമില്ല. ഇതിങ്ങോട്ട് പിരിച്ചാൽ പോരും. ഇത് നമുക്ക് വേണ്ടതാ. ഇത് 2 എണ്ണം ഇതൊന്നും ഒടിച്ചെടുത്താൽ മതി. ഇതൊന്നും നമുക്ക് വേണ്ട. ഇത് തീരെ ഇതിനകത്ത് ഇതൊന്നും വേണ്ടാത്ത സംഭവമാണ്. ഇതൊക്കെ നമുക്കിങ്ങ് പിരിച്ചാൽ പോരും. പിന്നെ ഈ സംഭവം ഇത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടുത്തെ കണ്ടോ, ഒരു ലോക്ക് പോലെയുണ്ട്. ഈ ലോക്കെ പിടിച്ചിങ്ങനെ അങ്ങ് പൊക്കിയാൽ മതി. കണ്ട, ഇവിടെ നിങ്ങൾ പോരും. ഇതും നമുക്ക് വേണ്ട. ഇത് പൊന്നെന്ന് പറയും. ഇത് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നമ്മൾ എടുക്കുന്നില്ല. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ, കൈവിരലും കൊണ്ട് ഇതൊരു കൊഴുപ്പ് പോലെയുണ്ട്. ഇത് നമുക്ക് ടാപ്പിൻ്റെ അടുത്ത് പിടിച്ചാൽ ഇതിങ്ങനെ കഴുകി പോക്കോളും. ഇതെല്ലാം നമുക്ക് വേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു സംഭവം, ഇതൊരു പൂ പോലെ, അതൊന്നും വേണ്ടാത്തതാ. ഇതൊക്കെ അടത്തി കളയണം നന്നായിട്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇറക്കി വൃത്തിയാക്കണം. ഈ സംഭവം ഒന്നും വേണ്ട നമുക്ക് ഇത് മാത്രം മതി. ഇതും അതിൻ്റെ കാല്, വലിയ കാലില്ലേ, അത് മതി. ഈ പൂ പോലെയുള്ള സംഭവം എല്ലാം നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ പറിച്ച് വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുക്കുന്നത് ഈ വലിയ കാല്. ഒരു ചെറിയ ഞണ്ടിനെയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഇവിടം കട്ട് ചെയ്ത് കളയണം. ഇത് ഇറുക്കുകാല്, ഈ സംഭവം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒടിച്ചാൽ പോരില്ലെങ്കിൽ കത്രിക്ക് കണ്ടിച്ച് കളയണം. പിന്നെ ഇവിടെ ഒരു ഷാർപ്പായിട്ട് ഉള്ള സംഭവമുണ്ട്. അതുകൂടി കത്രിക്ക് അങ്ങോട്ട് കളയുവാണ് നല്ലതാണ്. ഇത് ഇച്ചിരി വലുതാണ്. ഇങ്ങനെ ഞാൻ ഇത് മുഴുവൻ റെഡിയാക്കട്ടെ കേട്ടോ. ഇത് കണ്ടിച്ച് കളയണം. ഇങ്ങനെയെല്ലാം റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കറിയാക്കാം. ഞണ്ട് വെട്ടി റെഡിയാക്കി കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി കറിയാക്കാം. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു അഞ്ചാറിലൊരു 10 ചുമന്നുള്ളി, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. ഇത്ര എടുത്തേക്കുന്നത്. പച്ചമുളക് ഞാൻ ഒരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നു കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലൂടെ നമുക്ക് ചുമന്നുള്ളിയുടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് സവാളയുടെ ഒപ്പം ഇട്ട് കൊടുക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ കൂടെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി ഒഴികെ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി ഇതിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഒന്ന് വാടിയാൽ മതി. ബ്രൗൺ കളറൊന്നും അങ്ങനെയൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കൂടെ നമുക്ക് ഇതിന് ചേരാനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. നമുക്കിനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് സവോളയൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റ് ആകണം. നല്ലപോലെ ഒന്ന് വരണ്ട് വരണം. സവോള ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വേവാൻ വെക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് നമുക്ക് മൂടി വെച്ചും കൂടെ കൊണ്ട് വേവിക്കാം. പെരിഞ്ജീരകവും തക്കോലവും കൂടി എടുത്തതാണ് കേട്ടോ. ഇത് പൊടിച്ചിടാനുള്ളതാണ്. ഇത് ഞാൻ പൊടിച്ചെടുത്തു, പെരിഞ്ജീരകവും തക്കോലൂടെ. ഇതാണ് തക്കോലം, നമുക്കറിയാവുന്നതല്ലേ. ഇതാ കടയിൽ നിന്ന് മേടിക്കുന്നത്. ഇതുകൂടെ ഇട്ടാണ് നമ്മൾ ഗരം മസാല പൊടിക്കുമ്പോഴും അല്ലാത്ത മസാലക്കൂട്ടൊക്കെ പൊടിക്കുമ്പോൾ നമ്മൾ ഈ സംഭവം കൂടി ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. സെറ്റായിട്ടുണ്ട് സവാളയും നന്നായിട്ട് ഒരുവിധം വഴന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇവിടെ പൊടിച്ച പൊടി ആയതുകൊണ്ട് നന്നായിട്ട് എരിവുണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ തന്നെ ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇത് കാശ്മീരി ചില്ലി മറ്റേ വലിയ മുളകും കൂടി മേടിച്ച് പൊടിച്ചതാണ്. അതിനെന്തായാലും അത്ര ഇടുന്നുണ്ട്. നല്ല എരിവുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് അരപ്പിൻ്റെ ആവശ്യമില്ല. ഇത് ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ മൂത്ത്
വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാം പാലാണ് ഒഴിക്കുന്നത്. 1ാം പാൽ മാറ്റി വെച്ചേക്കുവാണേ. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2ാം പാലാണ് ഒഴിക്കുന്നത്, 1ാം പാലല്ല. 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യനെ തിളയ്ക്കുമ്പോഴേക്ക് ഈ സംഭവം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റത്തേക്ക് വേവുണ്ട്. ചെറുതായതുകൊണ്ടാണേ, അല്ലെങ്കിൽ 10-20 മിനിറ്റത്തെ വേവുണ്ടാവും. നമുക്ക് എന്തായാലും ഇത് ഇറക്കി ഇടാം. ഇത് തിളച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലില്ലെങ്കിൽ ഇതിനകത്തേക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തന്നേ ഉള്ളൂ. 2ാം പാൽ ഒഴിച്ചതാണ്. തേങ്ങാപ്പാലില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അന്നേരം നമ്മൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളം വേണം ചേർക്കാം. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കണം. നമ്മുടെ മസാലയും ഈ സംഭവമൊക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കണം. നമ്മുടെ കറി റെഡിയായോ നോക്കാം കേട്ടോ. നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഒരുപാട് ഗ്രേവിയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് 1/2 കിലോ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സവാളയും തക്കാളിയും ഒക്കെ ഇട്ടാൽ മതി. സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ലാസ്റ്റ് ഈ തനിപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചൊരു ഒത്തിരി തിളയ്ക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഈ കൂടെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മണവും നല്ല ഒറിജിനൽ സാധനമായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്ക്.